PMA ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ മുറിവിൽ ഉമ്മ വയ്ക്കുന്ന പോലെ എന്ന ഒരു അധ്യായമുണ്ട്. ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് ഗഫൂർ എഴുതുന്നത് ഹിറ്റ്ലറിൻ്റെ നരകത്തടവിൽ ലക്ഷക്കണക്കായ ജൂത കുടുംബങ്ങൾ മരണം കാത്തുകിടക്കുന്ന കാലം എന്നാണ്. ഈ മരണത്തടവിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വല്ലപ്പോഴുമൊക്കെ ഡോക്ടർമാരെ കൊണ്ടുവരും. അവിടെ അത്രക്കും ഭീകരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നഗരത്തിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവരും. ഡോക്ടർമാരെ കൊണ്ടുവരുന്നത് ആംബുലൻസിലായിരിക്കും. ഈ ആംബുലൻസ് വരുമ്പോഴൊക്കെ ഒരു നേഴ്സ് അതിനകത്തുണ്ടാവും. ഈ നേഴ്സ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നരകത്തടവിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്. അങ്ങനെ അവർ അവിടുന്ന് പല സമയങ്ങളിലായിട്ട് ഒരുപാട് ചെറിയ കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നതാണ് സംഭവം. അയേന സെല്ലർ എന്ന ഈ ധീരയായ പെൺകുട്ടി ഏകദേശം 3000-ഓളം കുട്ടികളെ അങ്ങനെ ജീവിതത്തിൻ്റെ ആകാശത്തേക്ക് തുറന്നു വിട്ടു എന്നാണ് പറയുന്നത്. കുട്ടികളെ കൊണ്ടുപോകൽ വലിയ റിസ്ക്കാണ്. കുട്ടികൾ കരയും. അത് പാറാവുകാർ കേട്ടാൽ പ്രശ്നമാകും. അതിനവർ ചെയ്തിരുന്നത് ചിലപ്പോഴൊക്കെ ചെറിയ ഡോസുള്ള ഉറക്കഗുളിക കൊടുത്ത് കുട്ടികളെ ഉറക്കിക്കളയും. അതല്ലെങ്കിൽ വരുമ്പോൾ തന്നെ വീട്ടിൽ വളർത്തുന്ന നായെ ഈ ആംബുലൻസിൽ കയറ്റി വെക്കും. അങ്ങനെ നായ ഈ ആംബുലൻസ് വെച്ചിട്ട് ശക്തമായിട്ട് വലിയ ശബ്ദത്തിൽ ഇങ്ങനെ കുരക്കും. അങ്ങനെ ആകുമ്പോൾ കുട്ടികളുടെ ശബ്ദം, കുട്ടികൾ കരയുന്നത് പാറാവാർ കേൾക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി ചെറിയ കുട്ടികളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. 3000-ഓളം കുട്ടികൾ രക്ഷപ്പെടുത്തിയത് അങ്ങേയറ്റത്തെ അപകടം പിടിച്ച ഒരു പണിയാണ്. അതെങ്ങനെ ആ ഒരു പണി ചെയ്യാൻ അവർക്ക് എങ്ങനെ ധൈര്യം കിട്ടി എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഏറ്റവും പ്രധാനം. അവരുടെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു, ഒരു നല്ല ഡോക്ടർ. ആയിടക്ക് അവരുടെ നാട്ടിൽ ഒരു പകർച്ചവ്യാധി, ഒരു വലിയ പനി പിടിപെട്ടു. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഇത് കണ്ട് പേടിച്ച ആ നാട്ടിലെ ഡോക്ടർമാരൊക്കെ തന്നെ ചികിത്സ നിർത്തി നാട് വിട്ടുപോയി. രോഗികളെ ചികിത്സിച്ചാൽ, രോഗികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ തങ്ങൾക്കും രോഗം വന്ന് തങ്ങൾ മരണപ്പെടുമോ എന്ന പേടിച്ചിട്ട് ഡോക്ടർമാരെ കൊടുന്ന് നാട് വിട്ടുപോയി. പക്ഷേ നമ്മുടെ ഈ കഥാനായികയുടെ നേഴ്സിൻ്റെ അച്ഛൻ അവർ ആ നാട്ടിൽ തന്നെ നിന്ന് ഒരുപാട് ആളുകളെ ചികിത്സിച്ചു, കുറേയേറെ ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവസാനം ആ പനി ആ ഡോക്ടർക്കും പിടിപെട്ടു. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പക്ഷേ മരിക്കുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ തൻ്റെ പൊന്നുമകളെ വിളിച്ചിട്ട് ആ ഡോക്ടർ പറയുകയാണ്, മോളെ, നീ ഒരാൾ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ നിനക്ക് നീന്തൽ അറിയില്ലെങ്കിൽ പോലും നീ എടുത്തു ചാടി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. കാരുണ്യമാണ് ലോകത്ത് ഏറ്റവും നല്ല ഓർമ്മ. മോളതിന് മടിക്കരുത്. നിനക്കുണ്ടാവുന്ന നഷ്ടത്തെ ഓർത്ത് നീ ആരോടും കരുണ കാണിക്കാതിരിക്കരുത്. അച്ഛൻ പറഞ്ഞ ഈ വാക്കാണ്, അച്ഛൻ്റെ ഈ ഉപദേശമാണ് ഇത്രയും ഭീകരമായ, ഇത്രയും അപകടം പിടിച്ച ഒരു കൃത്യം നിർവഹിക്കാൻ ഈ പെൺകുട്ടിക്ക് ധൈര്യം പകർന്നത്. അതാണ് നമുക്ക് നീന്താൻ അറിയോ ഇല്ലേ എന്നതല്ല കാര്യം. നമ്മളൊന്ന് കൈ നീട്ടിയാൽ ആ കൈ പിടിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അനേകായിരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മളൊന്ന് കൈ നീട്ടാൻ തയ്യാറാകുന്നുണ്ടോ എന്നിടത്താണ് കാര്യം. അങ്ങേയറ്റം വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയുള്ള ഒരു ചെറിയ പുഞ്ചിരി മതിയാകും അദ്ദേഹത്തിൻ്റെ മുറിവിൽ നമ്മൾ സാന്ത്വനമായിട്ട് കൊടുക്കുന്ന ഒരു ഉമ്മയായിട്ടത് മാറും. ഒരു പുഞ്ചിരി സദഖയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലത്ത് ഇതിന് വിരുദ്ധമായ ചില സംഗതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചിട്ട് മതി മറ്റുള്ളവരെ നോക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം നോക്കുക, അത് മാത്രം നോക്കിയാൽ മതി എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സെറ്റപ്പ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ അപകടമാണ്. നമുക്കിനി എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, ആവുന്നത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മോട് കഴിയുന്ന രീതിയിൽ സേവനം ചെയ്യുക, അവർക്ക് താങ്ങായി തണലായി നിന്ന് കൊടുക്കുക. ഇതാണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം. അങ്ങനെ നമ്മുടെ പൂർവികർക്ക് ആ ഒരു ഗുണം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വതന്ത്രമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ
അവിടുന്ന് ഇന്ന് നാം ജീവിക്കുന്ന സ്വതന്ത്രമായ ഇന്ത്യ ഉണ്ടായി വന്നത് എങ്ങനെ എന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ബൈബിളിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഒരാൾ തനിക്ക് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് മറ്റുള്ളവർക്കായി വല്ലതും ചെയ്തപ്പോഴാണ്. കഠിനമായ കാട്ടുപാത എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ആരാധനകളെയല്ല, കാരുണ്യമുള്ള കർമ്മങ്ങളെയാണ്. ആരാധനാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ വിശക്കുന്നവന് അന്നവും വിയർക്കുന്നവന് അഭയവും വിറയ്ക്കുന്നവന് ആലിംഗനവും ആകണമെന്ന് പടച്ചവൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിസ്സഹായനായ ഒരു മനുഷ്യനെയെങ്കിലും ചേർത്ത് പിടിച്ച് നിർഭയത്വത്തിൻ്റെ മദീനയാകുമ്പോഴേ നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ അർത്ഥവത്താകൂ.